ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മുടെ ഈ ഒരു ലോകം എന്നെങ്കിലും അവസാനിക്കും. ആ അവസാനിക്കുന്നത് വലിയൊരു തീ കാരണം എന്നൊക്കെ ആയിരിക്കുമല്ലേ നമ്മൾ കരുതുന്നത്. മീൻസ് ഒരു വലിയ ഉൽക്ക വന്ന് വീണ് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു വലിയ ബോംബ് പൊട്ടിയിട്ടോ അങ്ങനെയൊക്കെ. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഭൂമി നശിക്കുകയാണെന്നൊന്ന് കരുതിക്കേ. അതായത് ഭൂമി മുഴുവൻ ഒരു ഐസായി മാറാൻ പോവാണ്. അത് തനിയെ ഐസായി മാറാൻ വേണ്ടി പോവല്ല, അങ്ങനെ ഐസാക്കാൻ കെൽപ്പുള്ള ഒരു തെൻ ഭൂമിയുടെ അടിയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് കറാക്ക. എന്നാൽ 14,000 വർഷങ്ങൾക്ക് മുന്നേ ചില ആൾക്കാർ, തീയനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ, ഈ കറാക്കയെ ഒരു ഗോളത്തിനുള്ളിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. എന്നാൽ ആ ഗോളത്തിന്റെ ശക്തി എന്താണ്, അതിൽ പൂട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ചെകുത്താൻ എന്താണ്, ഇതൊന്നും അറിയാതെ ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യർ ഇതിനെ വെച്ച് കളിച്ച് എന്ത് സംഭവിക്കും? അത് തന്നെ സംഭവിക്കും. കറാക്ക പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, അത് നമുക്ക് ഈ കഥയിലൂടെ തന്നെ നേരിട്ട് കേൾക്കാം. സോ പോവുകയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. വർഷം 1904, ഏകദേശം നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് 120 വർഷങ്ങൾക്ക് മുന്നേ അങ്ങ് അമേരിക്കയിൽ തന്നെ ന്യൂയോർക്കിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. മാൻഹാട്ടൻ അഡ്വഞ്ചർ സൊസൈറ്റി എന്നാണ് അവർ പറയുന്നത്. അവരുടെ ബിൽഡിങ്ങിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം അങ്ങോട്ടേക്ക് ചില പോലീസുകാർ വേഗം തന്നെ ചെല്ലുകയാണ്. അന്നൊക്കെ കുതിരവണ്ടിയാണ്. എന്തായാലും ഇങ്ങനെ വന്ന ഈ മാൻഹാട്ടൻ സൊസൈറ്റിയിൽപ്പെട്ട ആൾക്കാരുടെ ആ ഒരു വലിയൊരു ഓഫീസ് മുറിയുണ്ട്. അതിന്റെ ആ ഒരു വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഈ പോലീസുകാരുടെ നേതാവ് അതിലൊന്ന് ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഇയാളുടെ കൈ മരവിച്ചു പോവാണ്. ഇയാൾക്ക് അതിൽ നിന്നും കൈ പിൻവലിക്കാൻ കഴിയുന്നില്ല. പിന്നീട് എങ്ങനെയൊക്കെയോ കൈ പിൻവലിച്ചു കേട്ടോ. ബാക്കിയുള്ള പോലീസുകാർ പിന്നീട് ആ ഒരു വാതിൽ ചവിട്ടി പൊളിച്ചു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, മാൻഹാട്ടൻ സൊസൈറ്റിയിൽപ്പെട്ട ഒരാൾ പോലും ഇപ്പൊ അവർ ജീവനോടെ ഇല്ല. അവരുടെ ദേഹത്തുനിന്ന് ഒരു തരി പോലും ചോര ചിന്താത്ത രീതിയിൽ അവരെ കൊന്നിരിക്കുകയാണ്. അവരെല്ലാവരും ഐസ് പോലെ ഫ്രീസ് ആയി നിൽക്കുകയാണ്. ഒരാൾ പോലും അനങ്ങുന്നില്ല. അതായത് നമ്മുടെ ഫ്രീസർ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യനെ കയറ്റി വെച്ച എന്തായിരിക്കും അവസ്ഥ, അതേ രീതിയിൽ തന്നെ. അങ്ങനെ ഓരോ ആൾക്കാരെയും നോക്കിക്കൊണ്ട് ഈ ഒരു പോലീസുകാർ ഇങ്ങനെ പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരു ബോൾ പോലത്തെ എന്തോ ഒരു സാധനമുണ്ട്. അതിന്റെ പേര് ഓർബ് എന്നാണ്. മാത്രമല്ല ആ സ്ത്രീയുടെ വേഷവിധാനത്തിൽ തന്നെ കുറച്ചധികം വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആ ഒരു സ്ത്രീ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ പോലീസുകാർ വന്നപ്പോൾ ആ സ്ത്രീയുടെ ശ്രദ്ധ മാറി. ഇപ്പൊ അവിടെ ഐസായി കിടക്കുന്ന ഓരോ ആൾക്കാരും പൊട്ടി പോവുകയാണ്. മാത്രമല്ല ഈ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഓർബ് ഇത് പതിയെ പൂർണ്ണമായിട്ടും ക്ലോസ് ആയി പോവാണ്. അതായത് ഭൂമിയിലേക്ക് വരാനിരിക്കുന്ന വലിയൊരു ആപത്തിനെയാണ് ആ ഓർബിന്റെ ഉള്ളിൽ പൂട്ടി വെച്ചിരിക്കുന്നത്. ആര്? ആ ഒരു സ്ത്രീ തന്നെ. വർഷങ്ങളായിട്ട് ഈ ഒരു ആപത്തിനെ തടുത്തു നിർത്തിയ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഫയർമാൻസ്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആ സ്ത്രീ. എന്തായാലും വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. എന്തായാലും ഈ കഥ ഇനി നിങ്ങൾ കേൾക്കുന്നതിന് മുന്നേ ആയിട്ട് ആരാണ് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അറിയണം. ഗോസ്റ്റ് ബസ്റ്റർ എന്നാൽ ഒരുപാട് വലിയൊരു ഫിലിം ഫ്രാഞ്ചൈസി തന്നെയാണ്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ അറിയണ്ട. ആരാണ് ഈ ഗോസ്റ്റ് ബസ്റ്റേഴ്സ്, അവരെ കുറിച്ച് അറിഞ്ഞാൽ മതി. അതായത് നമ്മുടെ ഈ ലോകത്തിൽ ആത്മാക്കളായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ആത്മാക്കളുണ്ട്. അതുപോലെ തന്നെ വിചിത്രമായിട്ട് നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ജീവികളുടെ ആത്മാക്കൾ അതിപ്പോഴും ഭൂമിയിൽ തന്നെയുണ്ട്. അവരിടക്കിടക്ക് നമ്മുടെ മനുഷ്യരെ ശല്യം ചെയ്യാൻ വരുമ്പോൾ അങ്ങനെയുള്ള ഈ ഒരു എക്സ്റ്റേണൽ സൂപ്പർ നാച്ചുറൽ പവർ ആയിട്ടുള്ള ആത്മാക്കളെ കീഴടക്കുന്ന അല്ലെങ്കിൽ അവരെ പിടിച്ചു കെട്ടി കൂട്ടിലാക്കുന്ന ഒരു ടീമാണ് ഈ ഗോസ്റ്റ് ബസ്റ്റേഴ്സ്. അതുപോലെയുള്ള ഒരു ഗോസ്റ്റ് ബസ്റ്റേഴ്സിനെ കാണിക്കുകയാണ്. കാർ ഓടിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഗ്രൂബ്, കൂടെ തന്നെ അവന്റെ കാമുകിയായിട്ടുള്ള ക്യാലി, പിന്നെ വളർത്തുമക്കളായിട്ടുള്ള നമ്മുടെ ഫോബിയ, അതുപോലെ തന്നെ ട്രെവർ. ഇവരങ്ങനെ ഭയങ്കര വേഗത്തിൽ ആ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏതോ ഒരു ജീവിയുടെ ആത്മാവ് മുകളിലൂടെ പായുന്നുണ്ട്. എന്തോ ഒരുമാതിരി ഈ പാമ്പിനെ പോലെയുള്ള എന്തോ ഒരു ജീവിയുടെ ആത്മാവാണ്. നല്ല വലുപ്പമുണ്ട്. ഇതാണെങ്കിലോ പോകുന്ന വഴിയിൽ ഓരോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഇതിന്റെ പിന്നാലെ തന്നെ ഗ്രൂപ്പ് വണ്ടി ഇടിച്ച് ഇങ്ങനെ പോവാണ്. ഇതേ സമയത്ത് തന്നെ കൂട്ടത്തിൽ ഏറ്റവും മൂട്ടയായിട്ടുള്ള ചെറിയ പെണ്ണായിട്ടുള്ള ഫോബി ഈ കാറിന്റെ സീറ്റിലേക്ക് ഒന്ന് തള്ളി വെക്കാണ്. എന്നിട്ട് അവരുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്. ഈ ഗണ്ണ് ഉപയോഗിച്ചാണ് ആത്മാക്കൾ പിടിച്ച് വലിച്ച് കെട്ടാൻ പറ്റുക. സോ ആ ഒരു ഗണ്ണ് ഫയർ ചെയ്തു. അതിന്റെ ആ ഒരു ഇലക്ട്രിക്കൽ വലയത്തിൽ ആ ഒരു ആത്മാവ് പെട്ടുപോയി. പക്ഷെ അത്ര നിസാരമായിട്ടൊന്നും അവനെ പിടിക്കാൻ കഴിയുന്നില്ല. ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വെച്ച് പൂട്ടണമെങ്കിൽ ഒരു സാധനം വേണമല്ലോ. അതിനും ഇവരുടെ കയ്യിൽ ഒരു പ്രത്യേക സാധനമുണ്ട്. എല്ലാം ടെക്നോളജി ഉപയോഗിച്ചാട്ടോ ആത്മാക്കളൊക്കെ കീഴടക്കുന്ന ഒരു ഡ്രോൺ പോലത്തെ ഒരു സംഭവം. അതായത് ഡ്രോൺ അല്ല അതിൽ മെയിൻ, അതിന്റെ അടിയിലുള്ള ആ ഒരു പെട്ടിയാണ്. ആ പെട്ടി ഇപ്പോൾ ഈ കെട്ടിയിട്ടുള്ള ജീവന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അതിൽ ആ ഒരു എനർജി ഉണ്ടല്ലോ, ഈ ഒരു ആത്മാവിനെ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആവണം. പക്ഷെ അവസാനം അവിടെ നിർത്തിയിട്ട് റെന്റിന് കൊടുക്കുന്ന ഒരുപാട് ബൈക്കിന്റെ മേലെ കൂടെ ഇവരുടെ കാറങ്ങോട്ട് കയറുകയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. എന്തായാലും ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ഇവരെ 4 പേരെയും മേയർ വിളിപ്പിക്കുകയാണ്. പൂരം ചീത്ത പറയാണ്. പോകുന്ന വഴിയിൽ ഒരു 4-5 ഹെഡ്ലൈറ്റുകൾ, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, കുറെ കാറുകൾ, അതുപോലെ തന്നെ റെന്റൽ ബൈക്കുകൾ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഈ മൂട്ട പോലത്തെ പെണ്ണിനും ഇവൾക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫോബിക്ക് 10-16 വയസ്സായിട്ടുള്ളൂ. അതായത് അവൾ ഇപ്പോഴും മൈനറാണ്. ഇനി എങ്ങാനും ഇവളെ ടീമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇതുപോലെ നാശനഷ്ടങ്ങൾ ഇനി നിങ്ങൾ വരുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ടീമിനെ തന്നെ ഞാൻ തീർക്കുന്നു പറയാണ് ആര്? ഈ ഒരു മേയർ. ഇതിനുശേഷം എന്തായാലും നമ്മുടെ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് നേരെ അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇനി ഇവരുടെ ഒരു പരിപാടിക്കും നമ്മുടെ ഫോബിയെ കൂട്ടാൻ പറ്റില്ല. അവൾക്കാണെങ്കിൽ ഇത് വിട്ടൊരു പരിപാടിയില്ല. ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ് കേട്ടോ. അവളും വല്ലാതെ ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ക്യാലി പറയണത് നിന്റെ വാക്കുകൾ
കുട്ടികൾ സൂക്ഷിച്ച് സംസാരിച്ചാൽ മതി, ഇനി നീ എങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നാൽ ഞങ്ങളും പെട്ടുപോകുന്നു പറയാണ്. വളർത്തുമകളാണെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇവന് ഈ ഫോബി അല്ലെങ്കിൽ ഈ ട്രെവർ ഇവരൊക്കെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അവരങ്ങനെ ഒന്നും വിളിക്കൊന്നുമില്ല, എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ആണ് കേട്ടോ. എന്തായാലും കാലിയും ഗ്രൂപ്പും കൂടെ ഇപ്പൊ നേരെ അവർ പിടിച്ചുകൊണ്ടുവന്ന ഒരു ആത്മാവിനെ അതിന് പിടിച്ചാൽ മാത്രം പോരല്ലോ, എവിടെയെങ്കിലും ട്രാപ്പ് ചെയ്ത് നശിപ്പിക്കുകയും വേണം. സോ അതിനായിട്ട് തന്നെ ഇവരുടെ ഒരു പഴയ വീട്ടിൽ, അതായത് ഇത് ഇവർക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നതാണ്. ഇവർക്ക് മുന്നേ മറ്റൊരു ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ടീം ഉണ്ടായിരുന്നു, അവർ കൊടുത്തതാണ് ഈ ഒരു വീട്. എന്തായാലും ഇവിടെ തന്നെ ഒരു ട്രാപ്പർ ഉണ്ട്, അതിന്റെ ഉള്ളിലേക്ക് ഈ ആത്മാവിനിട്ട് അത് ലോക്ക് ചെയ്തിട്ട് എന്തൊക്കെയോ ചില പരിപാടികൾ ചെയ്യണം. എന്നാൽ ഇതിങ്ങനെ അടക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല, കാരണം ഉള്ളിലുള്ള ഒരു ആത്മാവ് ഭയങ്കര പവർഫുൾ ആണ്. അങ്ങോട്ടേക്ക് വന്ന കാലിയും ഇതിന് ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു വിധത്തിൽ ഇത് അടച്ചു പിടിച്ച് ആ ഒരു യന്ത്രം വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ഈ ആത്മാവിനെ പിടിക്കാനായിട്ട് വരിക ബട്ടത്തിരിയും അതുപോലെ തന്നെ മൊല്ലാക്കിയും അച്ഛന്മാരൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഇപ്പൊ ഭയങ്കര ടെക്നോളജിയാണ്. എന്തായാലും അതിന്റെ ഉള്ളിൽ വെച്ച് പോട്ടാണ്. ഇവിടെ സീൻ കിട്ടായി അടുത്ത സീനിൽ റിട്ടയർഡ് ഗോസ്റ്റ് ബസ്റ്റർ ആയിട്ടുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ഡോക്ടർ റേയെ കാണിക്കുകയാണ്. ഈ ഡോക്ടർ റേക്ക് ഒരു ആന്റിക് ഷോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ സഹായമായിട്ടുള്ള ഒരു പയ്യനാണ് പോഡ്കാസ്റ്റ്, അവൻ അങ്ങനെയാട്ടോ വിളിക്കുക. എന്തായാലും ഇവരിപ്പോ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ പഴകിയ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും ഈ ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ചെറിയൊരു തുക അതിന് കിട്ടും. അപ്പൊ കുറെ പേരൊക്കെ അങ്ങനത്തെ ഓരോ സാധനമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ അനബല്ലയിലെ പാവയിൽ പ്രേതം കൂടുകയെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഓരോ വസ്തുക്കൾ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുവരും. ഇപ്പൊ ഒരു മുത്തശ്ശി തന്റെ കെട്ടിയവന്റെ വാച്ചാന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൽ കെട്ടിയവന്റെ ആത്മാവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് മുത്തശ്ശി അങ്ങനെ കൊണ്ടുവരുന്നത്. ഇപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു തേങ്ങയിലില്ല. സോ തല്ലി പൊളിച്ച് കളയാണ്, ചില്ലറ കാശ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഓരോരുത്തരും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. ഇവർ പ്രതീക്ഷിച്ചതുപോലെ ഇതിൽ ആത്മാക്കളുടെ സാന്നിധ്യ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ സമയത്താണ് കടയിലേക്ക് നമ്മുടെ ഫോബി വരുന്നത്. ഫോബിയും അതുപോലെ തന്നെ പോഡ്കാസ്റ്റും നല്ല കൂട്ടുകാരാണ് കേട്ടോ. രണ്ടുപേരും കൂടെ ഇപ്പോൾ അവന്റെ ആ ഒരു താഴത്തെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഫോബി കാണുകയാണ് കേട്ടോ. അതായത് ഡോക്ടർ റേ കൊണ്ടുവന്ന ചില കുട്ടിച്ചാത്തന്മാരാണ്, കണ്ട നല്ല ക്യൂട്ടാന്ന് തോന്നും. പക്ഷെ ഇവന്മാര് ചെയ്യുന്ന പരിപാടി കണ്ടാലുണ്ടല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൂരമായിട്ട് ഉപദ്രവിക്കുക, അതുപോലെ തന്നെ ക്രൂരമായിട്ട് ഇവരുടെ ശരീരത്തിനെ ഇവർ ഉപദ്രവിക്കുക. കണ്ട ക്യൂട്ടാണെങ്കിലും ഈ കുട്ടിച്ചാത്തന്മാര് ചെയ്യുന്ന പരിപാടി ചില്ലറൊന്നുമല്ല, അറാത്തൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അറാത്തലാണ്. പക്ഷെ നമ്മുടെ ഫോബിക്ക് ഇതൊന്നും ഇങ്ങനെ മനസ്സിലാകുന്നില്ല. അവളിപ്പോ അതിനെ ചിച്ചു കൊഞ്ചിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന പോഡ്കാസ്റ്റ് അവളെ തടുക്കുകയാണ്. എന്നിട്ട് അതിനിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. എന്റെ പൊന്നു ഫോബി അതിനെ കൊഞ്ചിക്കാൻ നിൽക്കണ്ട, വിളഞ്ഞ വിത്തുകളാണ്. ആ ഒരു ഡോക്ടറെ എങ്ങോട്ടോ പോയപ്പോൾ കൊണ്ടുവന്ന വിഷവിത്തുകളാണിത്, മൈൻഡേ ചെയ്യണ്ട. എന്തായാലും ഒരുത്തനെ അടിച്ച് പരത്തിയല്ലോ, ബാക്കിയുള്ളവന്മാർ വന്നിട്ട് ഇവനെ പെറുക്കിയെടുത്ത് കൊണ്ടുപോവാണ്. അതുപോലെ തന്നെ ഈ പോഡ്കാസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്, ഇവറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. കാരണം തുടക്കത്തിൽ ഇതിനെ കൊണ്ടുവന്നപ്പോൾ ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നോക്കി എത്ര എണ്ണാന്ന്. ഇതേ സമയത്ത് ഡോക്ടർ റേ കടയിൽ ഒറ്റയ്ക്കാണ് കേട്ടോ. ഇപ്പൊ അങ്ങോട്ടേക്ക് നദീം എന്ന് പറഞ്ഞൊരു പയ്യൻ വരുന്നുണ്ട്. ഇവന്റെ മുത്തശ്ശിയുടെ എന്തൊക്കെയോ പഴയ കുറച്ച് സാധനങ്ങളുണ്ട്, ഇത് വിൽക്കാൻ വേണ്ടി വന്നതാണ്. ഓരോന്നും അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഈ നദീമിന് അറിയില്ല ഈ വസ്തുക്കളുടെ ഒന്നും വിലയും കാര്യങ്ങളും. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ബോള് കാണുകയാണ്. കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു ഓർവ് തന്നെ. ഇതൊക്കെ ആരുടേതാണ് ചോദിച്ചപ്പോൾ ഈ നദീം പറയുന്നത് അത് പിന്നെ മുത്തശ്ശിയുടേതാണ്. അപ്പൊ ഈ ഒരു ബോളോ അതും മുത്തശ്ശിയുടേതാണ്. പിന്നെ ഞാൻ ആദ്യം ഒരു വില പറഞ്ഞില്ലേ, ആ വിലയിൽ ഇത് പെടില്ല കേട്ടോ. ഓ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ റേ ഇപ്പൊ ആ ഒരു സാധനം ഭയങ്കര ഇഷ്ടത്തോടു കൂടി നോക്കുമ്പോൾ ഈ നദീം പറയാണ് ഞാൻ ആദ്യം 50 എന്നല്ല പറഞ്ഞത്, 50 അല്ല ഒരു 60 എന്നിതൊന്നും കേൾക്കാത്ത ഡോക്ടർ റേ പറയാണ് ഇതേതോ ഒരു അറേബ്യൻ സ്റ്റൈലുള്ള പഴയ ഏതോ സാധനമാണ്, എന്നാ പിന്നെ 70 എന്ന് നദീം അടിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഡോക്ടർ റേ ഒരു കാര്യം പറയണം, ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും എക്സ്റ്റേണൽ ആക്ടിവിറ്റി ഇതിലുണ്ടോന്ന്. ഓ അതിനെന്താന്ന് നദീം പറയണം. ഇതിന്റെ ഇടയിൽ ഡോക്ടർ റേ ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി കാണിക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ റേ പറയുന്നുണ്ട് പണ്ടത്തെ ഏതോ ഒരു ഈവിൾ സ്പിരിറ്റിനെ അടച്ചു വെക്കുന്ന എന്തോ ഒരു സാധനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അധികം വൈകിയില്ല ആ നഗരത്തിന്റെ ഒരു ഭാഗത്തേക്ക് ശക്തമായിട്ടുള്ള തണുത്ത കാറ്റ് വരികയാണ്. അതുപോലെ തന്നെ നഗരത്തിന്റെ പല ഭാഗത്തും ഈ ഐസ് കട്ടകൾ രൂപപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ ഡോക്ടർ റേയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഓർബ് പെട്ടെന്ന് കനം വല്ലാതെ കൂടുകയാണ്, അത് പൊട്ടി താഴേക്കും വീഴുന്നുണ്ട്. മാത്രമല്ല ഈ വന്ന ഫോഴ്സിന്റെ ആ ഒരു എഫക്റ്റ് കാരണം നമ്മുടെ ഗാലി ഗ്രൂപ്പ് ഇവരൊക്കെ ഈ ഒരു ഗോസ്റ്റുകളെ കൊണ്ടുവരുന്ന ആ ഒരു ഷെൽഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു അറയുണ്ടല്ലോ, അതിന്റെ ആ ഒരു ചുമരും പെട്ടെന്നൊന്ന് കിട്ടിങ്ങി പോവാണ്, ഇളകി പൊട്ടി പോയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ആകെ പേടിച്ചിരിക്കുന്ന നദീം വേഗന്റെ കാശ് തന്നെന്ന് പറയുമ്പോൾ ഡോക്ടറെ കാശ് എടുക്കാണ്. എല്ലാ കാശും മേടിച്ച് അവൻ ഓടുകയാണ്. ഇപ്പോൾ ഓടുന്നതിനിടയ്ക്ക് ഇവൻ ഈ കാശിലേക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ്, ഓപ്പൺ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആ ഒരു തീ ഉണ്ടല്ലോ, ഇവൻ കൈ വന്നിക്കുമ്പോൾ ആ തീയും മേലോട്ട് പൊന്തുക. എന്നാൽ ആ ഒരു കാര്യമൊന്നും നദീം ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഇവിടെ സീൻ കെട്ടായി ഗ്രൂപ്പിനെ കാണിക്കാണ്. ഗ്രൂപ്പ് വന്ന് നോക്കുമ്പോൾ ഇവരുടെ ആ ഒരു പ്രേതങ്ങളെ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സ്ഥലം, അതിന്റെ ആ ഒരു ചുമരൊക്കെ പൊട്ടിക്കെടുക്കാണ്. ഇത് നന്നാക്കാനായിട്ട് ഒരു പഴയ ഗോസ്റ്റ് ബസ്റ്റർ ലേഡി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവർക്കും മനസ്സിലാവുന്നില്ല ഇതെന്താ പ്രശ്നമെന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചെറുക്കനുണ്ടല്ലോ ട്രെവർ, അവന്റെ ആ ഒരു റൂം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചുമരിലെ ചെറിയൊരു തുള, ഇതിന്റെ ഉള്ളിലൂടെ ഒരു പച്ച വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇവൻ നേരെ മുകളിലേക്കായിരുന്നു നോക്കുമ്പോൾ ഹട്ട മീൻസ് മച്ചിന്റെ ഉള്ളിൽ ഒരുപാട് വേസ്റ്റ്, അതായത് ഫുഡിന്റെ കവറുകൾ ഉണ്ടല്ലോ, ഇതെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു ഇളക്കം പോലെ ഇവൻ പതി അത് തട്ടി നോക്കുമ്പോൾ ഒരു പച്ച ബോധം അതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതിന്റെ നീരാണ് അവന്റെ ആ ഒരു ചുമരിലൂടെ, അല്ലെങ്കിൽ ചുമരിന്റെ ആ ഒരു ഹോളിലൂടെ താഴോട്ട് ഒലിച്ചത്. നമ്മുടെ ട്രെവറിനെ കണ്ട സമയത്ത് ഇവനെ എണീച്ചൊരേറ്റ ഓട്ടം ഇടുകയാണ് കേട്ടോ. ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഇതിന്റെ ദേഹത്തുണ്ടായിരുന്ന ഒരുപാട് ചെലം നമ്മുടെ ട്രെവറിന്റെ വായിന്റെ ഉള്ളിലേക്ക് പോവാണ്. ബോധം പോയി കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഈ സാധനം പുറത്തേക്ക് തുപ്പാണ്. താങ്ക് യു ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രെവർ അവന്റെ പണി നോക്കി താഴേക്ക് പോവാണ്. അപ്പൊ തന്നെ ഒരു കോള് വന്നിട്ടുണ്ട്. അതായത് വേറെ ഏതോ ഒരു ഭാഗത്ത് ആത്മാക്കളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തു. സോ അതിനെ പിടിക്കാനായിട്ട് ടീമെല്ലാം തയ്യാറായി എല്ലാവരും പോകാൻ നിൽക്കുമ്പോൾ
നോക്കുമ്പോൾ നമ്മുടെ ഫോബിയും എപ്പോഴത്തെയും പോലെ ഡ്രസ്സ് ധരിച്ച് താഴേക്ക് പോകുമ്പോൾ ഇപ്പൊ കാലിയും ഗ്രൂപ്പും അതിന് സമ്മതിക്കുന്നില്ല. അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. അവളെ കൂട്ടുന്നൊക്കെ ഇവർക്കുണ്ടെങ്കിലും ഇത് മേയർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇവൾക്ക് പ്രായമായിട്ടില്ല, 16 വയസ്സായിട്ട് ആയിട്ടുള്ളൂ. എന്തായാലും ഫോബിയെ കൂട്ടാതെ ഇവർ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണേ. ഇവരുടെ ഒരു കാറ് പോകുന്നത് ആര് കാണുന്നുണ്ട്? ഡോക്ടർ റേ കാണുകയാണ്. മൂപ്പർക്ക് പ്രായമായി, റിട്ടയർഡായി. എന്നാലും ഇവരുടെ ആ ഒരു വണ്ടി അങ്ങനെ പോകുന്നത് കാണുമ്പോൾ മൂപ്പർക്ക് നന്നായിട്ട് നൊസ്റ്റാൾജി അടിക്കുന്നുണ്ട്. മാത്രമല്ല മൂപ്പരുടെ കയ്യിൽ ഇപ്പോഴും ആ ഒരു ഓർമ്മയുണ്ട് കേട്ടോ. പിടിച്ചുകൊണ്ട് നടക്കുന്ന സാധനം ഒരു ആറ്റം ബോംബാണെന്ന് പാവം നമ്മുടെ ഈ ഡോക്ടർ റേക്ക് വരെ അറിയില്ല. എന്നാൽ ഫോബിയുടെ കാര്യമാണ് ഭയങ്കര കഷ്ടം കേട്ടോ. അവൾക്ക് വല്ലാത്തൊരു ഏകാന്തത. അവളിപ്പോൾ കയ്യിലുണ്ടായിരുന്ന ചെസ് ബോർഡും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ പബ്ലിക് പാർക്കിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെസ് കളിക്കാനായിട്ട് തന്നെ ഒരു സ്ഥലമുണ്ട്. ചുമ്മാ ആരെങ്കിലും കാത്തുകൊണ്ട് അല്ലെങ്കിൽ വരുന്ന പ്രതീക്ഷയൊന്നുമില്ല. അവള് വെറുതെ ചെസ് ബോർഡിൽ ആ ഒരു കരുക്കൾ വെക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അതിൽ നിന്ന് ഓരോ കരുക്കളായിട്ട് മൂവ് ആവാൻ തുടങ്ങുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ ഫോബിയും അത് മൂവ് ആക്കുന്നുണ്ട്. സാധാരണ ഒരു പെൺകുട്ടിയാണെങ്കിൽ എഴുന്നേറ്റ് ഓടും, കാരണം ഇത് ചെയ്യുന്നത് ഒരു പ്രേതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രേതം തന്നെ അതിന്റെ ആ ഒരു മുഖം കാണിക്കുകയാണ്. അതിന്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ മെലഡി. അതുപോലെ തന്നെ ഫോബിയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് നീ എന്താ എഴുന്നേറ്റ് ഓടാത്ത, നിനക്ക് പേടിയൊന്നും ഇല്ലെന്ന് ഫോബിയോട് ചോദിക്കുമ്പോൾ ഞാനിതിനെ പേടിക്കുന്നത് ഇതുപോലെ ഒരുപാട് എണ്ണത്തിന് ഞാൻ കാണുന്നതെന്ന് പറയണം. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിക്കാൻ ഈ മെലഡി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ആത്മാവും ഫോബി നല്ല കമ്പനി ആവുകയാണ് കേട്ടോ. പിന്നെ ഒരു ആത്മാവായി ജീവിക്കുന്നതിൽ എന്താണ് നീ സന്തോഷം കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ എന്താണ് നിന്റെ ദുഃഖം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ദുഃഖം ഒരുപാടുണ്ട്. എൻ്റെ കുടുംബക്കാരെ, എനിക്ക് വേണ്ടപ്പെട്ടവരെ ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. അവരെല്ലാവരും മരിച്ചിട്ടുണ്ട്. അവരൊക്കെ മറ്റേതോ ഒരു സ്ഥലത്താണ്. അതുപോലെ തന്നെ ഗുഡായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫ്രീ ബേർഡായിട്ട് അങ്ങനെ പറന്ന് നടക്കാന്ന് പറയാണ്. ഇത് മറ്റൊരു ഡയമെൻഷനാണ്. ഇവിടെ വന്ന് അല്ലെങ്കിൽ ഈ ഒരു കോലത്തിൽ ഒരു ആത്മാവായിട്ട് ഈ ലോകത്തെ കാണുമ്പോൾ അതൊരു പ്രത്യേക രസമാണെന്നും ഈ ഒരു മെലോഡി പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പും കാലിയെല്ലാം നോക്കി നടത്തുന്ന അവരുടെ ആ ഒരു വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവർക്ക് നന്നായിട്ടൊരു സ്റ്റോർ റൂം ഇല്ല കേട്ടോ. ആ കൂട്ടത്തിൽ തന്നെ വിൻസെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളോടുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലൊരു കാര്യം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിന് മുന്നേ തന്നെ മറ്റൊരു ബേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇവരെ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അത് നോക്കി നടത്താനായിട്ട് ഒരാളുണ്ട് കേട്ടോ അവിടെ. മാത്രമല്ല ഇവരുടെ ആ ഒരു പഴയ വീട് പോലെയല്ല, ഒരുപാട് ടെക്നോളജി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു വസ്തുവിൽ ഇതുപോലെ ഒരു പ്രേതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള ഒരു മെഷീൻ വരെ ഇവരുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീനിൽ അറിയാതെ തൊട്ടുപോകണം. അത് കിടന്ന് പെട്ടക്കാൻ തുടങ്ങി. കാരണം അതിൽ ഓൾറെഡി ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ ചെറുക്കാൻ വന്നിട്ട് അതിലൊന്നും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ മെഷീനിലേക്ക് ഈ സാധനത്തിന് വെച്ച് കാണിച്ച് ഈ മെഷീൻ ഓണാക്കി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു മെഷീൻ ഇതിലുണ്ടായിരുന്ന ആ ഒരു സൂപ്പർ നാച്ചുറൽ ആ ഒരു ആത്മാവിന്റെ സാന്നിധ്യത്തെ വലിച്ചെടുത്ത് മറ്റൊരു സിലിണ്ടറിലേക്ക് കൊണ്ടുപോയിട്ട് ചെറിയ പെട്ടിയിലാക്കി എടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പല ഷെൽഫുകളിലേക്കായിട്ട് ഈ ആത്മാക്കൾ ഇങ്ങനെ എടുത്തു നോക്കും. അങ്ങനെ അടച്ചു വെച്ച് കുറെ ആത്മാക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ തന്നെ ഒരു പ്രത്യേക രൂപത്തെ നമ്മുടെ ഫോബി ഇപ്പൊ കാണുന്നുണ്ട്, ഒരു വികൃതമായ മുഖത്തെ. അതുപോലെ ഇവിടെ പൂട്ടി വെച്ച ആത്മാക്കളിൽ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയാ, പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനം, ഒരു ചുവന്ന ലൈറ്റ് പോലെയാണത്. ഈ ലൈറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ബുക്ക് അവിടെ കിടക്കാന്ന് വെച്ചോ, ഇതിന്റെ ഉള്ളിലേക്ക് അരിച്ചെല്ലാൻ പറ്റും. എന്നിട്ട് ആ ഒരു ബുക്കിനെ ചലിപ്പിക്കാൻ പറ്റും. ഒരു ടിവിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടിവിയെ എന്താ പറയാ ചലിപ്പിക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന ഒരു മെഷീന്റെ ഉള്ളിലേക്ക് ഇത് കയറുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് കറണ്ട് വന്നതുപോലെ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. സോ ആ രീതിയിൽ കഴിവുള്ള ഒരു ശക്തിയാണിത്. എന്തായാലും പുതിയൊരു ബേസ് കിട്ടിയല്ലോ. ഇവർ നേരെ തിരിച്ചു പോവാണ്. എന്നാൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഫോബി ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു കാര്യം ഇപ്പൊ അവൾക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ആരെയാണ് ഏറ്റവും കൂടുതൽ തഴയുന്നത് അവർക്കായിരിക്കുമല്ലോ ടാലന്റ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഫോബി, അവൾക്ക് നല്ല ടാലന്റ് ഉണ്ട്. ഈ പ്രേതങ്ങളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗണ്ണുണ്ടല്ലോ, അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്ന അതുപോട്ടെ ഉപയോഗിക്കാൻ അറിയുന്നത് ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് നമ്മുടെ ഫോബിക്ക് അറിയാം. അതിപ്പോ ഗ്രൂപ്പിന് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. അവിടെ ഒരു ഗണ്ണിന് എന്തൊക്കെയോ ഒരു മൽഫംഗ്ഷൻ സംഭവിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒന്ന് ഫോബി നിസാരമായിട്ട് അത് നന്നാക്കി കൊടുക്കുകയാണ്. പിന്നെ എന്തോ ഒരു വർക്ക് കിട്ടിയപ്പോൾ ഇവരെല്ലാവരും ഇവിടുന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ ഫോബി മാത്രമേ ഒരു വീട്ടിലുള്ളൂ. ഈ സമയത്ത് ഒരു കോള് വരികയാണ്. ഇതുപോലെ ഒരു റെസ്റ്റോറന്റിൽ ഒരു പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് വേഗം വരുമെന്ന് ചോദിക്കുകയാണ്. ഫോബി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ പോഡ്കാസ്റ്റിനെ വിളിക്കുകയാണ്, നമുക്ക് രണ്ടുപേർക്ക് ഒറ്റയ്ക്ക് പോകുമെന്ന് പറയാണ്. ഇവർ നേരെ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആത്മാക്കളെ ഈ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പുതിയ സ്ഥലം ഉണ്ടല്ലോ അവിടെ കാണിക്കുകയാണ്. അവിടെ ഒരുപാട് വസ്തുക്കൾ ഇതുപോലെ ആത്മാക്കൾ ഉണ്ടെങ്കിൽ ആ ഒരു പുതിയ മെഷീനിൽ വെച്ച് അതിൽ നിന്ന് ഇങ്ങനെ ആത്മാക്കളെ വലിച്ചെടുക്കും. അപ്പൊ ആ വകയിൽ നമ്മുടെ ഡോക്ടർ റേയുടെ കയ്യിൽ കിട്ടിയ ആ ഒരു ഓർബ് ഉണ്ടല്ലോ, അതും ഈ ഒരു മെഷീനിൽ വെച്ച് നിസാരമായിട്ട് അതിൽ ആ ഒരു ആത്മാവിനെ വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ ഈ മെഷീന് ആ ഒരു ഓർബിന്റെ പവറിനെ താങ്ങാൻ കഴിയുന്നില്ല. പെട്ടെന്ന് കറണ്ട് കട്ടാവുകയാണ്. മാത്രമല്ല ഇവരവിടെ പൂട്ടിവെച്ച പല ആത്മാക്കളും ഇപ്പൊ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകുന്നുണ്ട്. നഗരത്തിന്റെ പല ഭാഗത്തു കൂടിയിട്ട് ഐസിന്റെ ആ ഒരു അംശം പതിയെ ഒരു കാറ്റ് പോലെ വരികയാണ്. അതായത് വരാനിരിക്കുന്ന ആ ഒരു വലിയ ദുഷ്ടശക്തി ഉണ്ടല്ലോ, അതിന് ഐസുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോബി പോഡ്കാസ്റ്റ് ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്ന് നോക്കുമ്പോൾ വേറെ ആരും ആയിരുന്നില്ല ആ ഒരു ആത്മാവ്. നമ്മുടെ ഫോബി പരിചയപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഉണ്ടല്ലോ മെലോഡി, അവളുടെ ആത്മാവായിരുന്നു. സോ മെലോഡിയെ കണ്ട സമയത്തിന് ഫോബി ഒന്ന് ഷോക്കാവുകയാണ്. ഇവളെയാണോ ഞാൻ ട്രാപ്പിലാക്കേണ്ടത്? അവൾ അവർ അന്താളിപ്പിൽ നിൽക്കുമ്പോൾ മെലോഡി പതുക്കെ അവിടുന്ന് പോവാണ്. ഇപ്പൊ പോഡ്കാസ്റ്റ് വേഗം ഷൂട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഫോബി ആ ഒരു പറഞ്ഞ ഇതിൽ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും മെലോഡി പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും
നമ്മുടെ പോഡ്കാസ്റ്റും ഫോബിയും ഒറ്റയ്ക്ക് വന്ന ആ ഒരു മിഷൻ ഫെയിൽ ആവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സങ്കടത്തിൽ അവൾ നേരെ അവളുടെ റൂമിൽ പോയിരിക്കുകയാണ്. ഇപ്പം അങ്ങോട്ടേക്ക് മെലോഡി വരികയാണ്. അവളോട് ജനൽ തുറക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഉള്ളിലേക്ക് വന്ന മെലോഡി നമ്മുടെ ഫോബിയുമായിട്ട് വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അതായത് കൂടുതൽ മെലോഡി ഫോബിയുമായിട്ട് അടുക്കുകയാണ്. എന്തോ ഈ മെലോഡിയുടെ ആത്മാവിന് ഫോബി ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഫോബിക്ക് അവളെ ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ച് വീടിന്റെ ഉള്ളിലൂടെ അവരങ്ങനെ നടക്കുകയാണ്. സോ ഫോബി ഇപ്പൊ താഴേക്ക് വന്നു, ഫോബിയുടെ കൂടെ തന്നെ മെലോഡി ഉണ്ട്. അങ്ങനെ ഈ ആത്മാക്കളെ ഈ ഇട്ട് വെച്ച് നശിപ്പിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു അറ, അതിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മുറിയിലേക്ക് രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ഇപ്പൊ മെലോഡി ചോദിക്കുകയാണ്, ഇതിന്റെ ഉള്ളിൽ വെച്ച് ഓരോ ആത്മാക്കളെയും നിങ്ങൾ നശിപ്പിക്കുമ്പോൾ അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നിനക്കറിയോ ഫോബി എന്ന് ചോദിക്കുമ്പോൾ ഫോബി പറയാണ്, അത് പിന്നെ അവരുടെ എല്ലാ കണികകളും വേർപെട്ടി നേരെ ശൂന്യാകാശത്തിലേക്ക് പോകും, എന്നിട്ട് ആ ഒരു അന്തരീക്ഷത്തിൽ ലയിച്ചു പോകും. ഓ, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ സത്യങ്ങളൊന്നും നീ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ മുകളിൽ നിന്നും ആരോ ഒരാൾ ഫോബിയെ വിളിക്കുകയാണ്. സോ ഫോബി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകുന്നുണ്ട്. മെലോഡി അവളുടെ പാട്ടിന് പുറത്തേക്കും പോകുന്നുണ്ട്. പിന്നെ ഈ നഗരത്തിന്റെ പല ഭാഗവും വീണ്ടും കാണിക്കുകയാണ്. അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള ഐസ് കാറ്റ് ഈ നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലക്ഷ്യം ആത്മാവായിട്ടുള്ള മെലഡി ഉണ്ടല്ലോ, അവളുടെ അടുത്തേക്ക് പോകലാണ്. ആ ചുറ്റുഭാഗം മുഴുവനും അന്ധകാരം പടർന്നിട്ടുണ്ട്. മാത്രമല്ല ഘോരമായിട്ടുള്ളൊരു ശബ്ദം ഇപ്പൊ മെലോഡി കേൾക്കുന്നുണ്ട്. മറ്റെന്തോ ഒരു ഭാഷയാണത്. ഇപ്പൊ മെലോഡിയും അതിനോട് സംസാരിക്കുകയാണ്. അതായത് മെലോഡിയെ എന്തോ ഒരു ദൗത്യം ആ ശബ്ദം പറയുന്ന ആ ഒരു ശക്തിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. മെലോഡി ഇപ്പൊ പറയാണ്, അധികം വൈകാതെ ഞാനത് ചെയ്തു തീർക്കും, ഞാൻ എന്റെ വഴിക്ക് നേരായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫോബിയുമായിട്ട് മെലോഡി കമ്പനി കൂടുന്നത് വെറുതെ ഒന്നുമല്ല, അവൾക്കൊരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആരോ ഒരാള് അവളെ നിയന്ത്രിക്കുന്നുമുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ട്രെവറിനെ കാണിക്കുകയാണ്. ഇവന്റെ വീടിന്റെ മച്ചിലുള്ള ആ ഒരു പച്ച ബോധമുണ്ടല്ലോ, ഇതിനെ പിടിക്കാനായിട്ട് അവനൊരു ട്രാപ്പ് സെറ്റ് ചെയ്ത് ഏകദേശം അതിങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു പാവത്താനായിട്ടുള്ള ഈ ഒരു ബോധം ഭയങ്കര വയലന്റ് ആയിട്ട് കാണുകയാണ് ഈ ഒരു ട്രെവർ. അത് ഇവിടുന്ന് എസ്കേപ്പ് ആവാണ്, അതിനെ പിടിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇതിനു ശേഷം മറ്റേ ആ ഒരു പുതിയ ലാബിലെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവനും ലക്കിയൊക്കെ ഈ കാര്യങ്ങൾ നമ്മുടെ ഡോക്ടർ റേയോട് പറയാണ്. അതായത് ഡോക്ടർ റേ കൊണ്ടുകൊടുത്ത ആ ഒരു ബോള് അല്ലെങ്കിൽ ആ ഒരു ഓർബ്, അതിനെന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ രാത്രി അതിൽ ആ ഒരു ശക്തി ഊറ്റിയെടുക്കാൻ നോക്കിയപ്പോഴാണല്ലോ പല കാര്യങ്ങളും ഇവർ എക്സ്പീരിയൻസ് ചെയ്തത്. സോ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഡോക്ടർ റേ വന്നിട്ടുണ്ട്. ഒരു പണിയില്ലാത്തതുകൊണ്ട് ഫോബിയും വന്നിട്ടുണ്ട്, പോഡ്കാസ്റ്റും വന്നിട്ടുണ്ട്. അപ്പൊ ഇവരിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഓർബിന് വല്ലാത്തൊരു തണുപ്പുണ്ട് കേട്ടോ. തീ കത്തിക്കുമ്പോഴും ഇതിന് വല്ലാത്തൊരു കൂളിംഗ് അവസ്ഥ തന്നെയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു ഓർബിന് മറ്റൊരു ശക്തിയുണ്ട്. അതായത് ഇവിടെയുള്ള ആത്മാക്കളെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ ഇതിന്റെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു ശക്തി. അതായത് ഒരു ചില്ലിന്റെ കൂട്ടിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കുഞ്ഞാപ്പികളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഭൂതങ്ങളുണ്ടല്ലോ, ഇവരുടെ അടുത്തേക്ക് ഈ ഒരു ബോൾ കൊണ്ടു നോക്കുമ്പോൾ ഇവറ്റകളെല്ലാം കൂടെ വന്നിട്ട് ഈ ചില്ലിന്റെ ഭാഗത്തേക്ക് പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. അതായത് ഈ ബോളിന്റെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയോട് അടിമപ്പെട്ട് നിൽക്കുന്നത് പോലെ. അപ്പോ ഈ സാധനം എന്തോ കാര്യമായ സാധനം തന്നെയാണ്. അപ്പൊ ഇത് വന്നത് എവിടുന്നാണ്? ആ ഒരു ചെറുക്കൻ നെദീമ് കൊണ്ടുവന്നതാണ്. അവന്റെ വീട്ടിലേക്ക് തന്നെ പോവാന്ന് ഡോക്ടർ റേ പറയാണ് ഇപ്പോൾ. അപ്പൊ അതിനായിട്ട് പോകുന്നത് നമ്മുടെ ട്രെവർ, കൂടെ തന്നെ ലക്കിയും പിന്നെ ലാബിലുള്ള ആ ഒരു പയ്യനും കൂടിയാണ്. ആദ്യം ഒന്ന് ഈ ഒരു നെദീമിന്റെ വീട്ടിലേക്ക് പോയിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞെങ്കിലും തുറന്നില്ല കേട്ടോ. പിന്നെ തുറക്കുകയാണ്. പിന്നെ കാര്യങ്ങളൊക്കെ നിർബന്ധിച്ചപ്പോ ഈ കാര്യങ്ങൾ നെദീം മണിയായിട്ട് പറയാണ്, ഇതൊന്നും അവന്റെ സാധനങ്ങളല്ല, അവന്റെ മുത്തശ്ശിയുടെ സാധനങ്ങളാണ്. മുത്തശ്ശി കുറച്ച് മുന്നേ മരിച്ചുപോയി. അങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ അവന്റെ കയ്യിലേക്ക് വരുന്നത്. മാത്രമല്ല മുത്തശ്ശി എന്തൊക്കെയോ പരിപാടികൾ ചെയ്യായിരുന്നു. മുത്തശ്ശിയുടെ സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അത് മറ്റൊരു മുറിയിൽ വെച്ചിട്ടുണ്ട്. അതിപ്പോ ഇവരെല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഇവരൊക്കെ ആകെ അത്ഭുതപ്പെട്ടു പോകണം. കാരണം പുരാതനമായിട്ടുള്ള പല സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല നെദീമിന് ഇതിന്റെ ഒരു കാര്യം ഒരു ചുക്കും ചുണ്ണാക്കും അറിയില്ല. അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ ഓരോന്നായിട്ട് ഇച്ചിരിച്ച് വിൽക്കാം. ഇതാണ് ഇവന്റെ ആ ഒരു പദ്ധതി. അതുപോലെ ഡോക്ടർ റേയുടെ ആ ഒരു ഷോപ്പിൽ കാണിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഡോക്ടർ റേ ഉണ്ട്, അതുപോലെ ഫോബി ഉണ്ട്, പിന്നെ നമ്മുടെ പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടർ റേയുടെ അടുത്തേക്ക് വന്നിട്ട് ഫോബി ഇങ്ങനെ മടിച്ചുകൊണ്ട്, അങ്കിളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണം, ചോദിക്കും, ഞാൻ പറയാം. അങ്കിളെ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ആത്മാവാകുകയാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു ഫീല്? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ആലോചിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്, എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു ആത്മാവായി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചകൾക്കൊക്കെ ഒരുപാട് വ്യത്യസ്തത ഉണ്ടാവും. സോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഫോബിക്കും എന്തോ ഒരു ആഗ്രഹം, ഒരു ആത്മാവായി മാറി ഈ ലോകത്തെ കാണണമെന്ന്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന പോഡ്കാസ്റ്റ് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ആ ഒരു കുഞ്ഞൻ ബോധങ്ങളുണ്ടല്ലോ, ഇവരുടെ അടുത്തേക്ക് ആ ഒരു ബോൾ കൊണ്ടുപോയ സമയത്ത് ഇവറ്റകളെല്ലാം കൂടി ആ ഒരു ഗ്ലാസ്സിൽ വന്ന് പറ്റി പിടിച്ചു നിന്നില്ലേ, ആ ഒരു കാര്യം പോഡ്കാസ്റ്റ് വീഡിയോ എടുത്തിരുന്നു. എന്നാൽ ആ വീഡിയോയിൽ ഒരു പ്രത്യേകതരം ശബ്ദവീചികൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റേതോ ഒരു ഭാഷയാണത്. അപ്പൊ ആ ഒരു സൗണ്ടിലൂടെയാണ് ആ ഒരു ഭൂതങ്ങൾ ഈ ഒരു ഓർബിന് അടിമപ്പെട്ടു പോയത്. അതെന്താണെന്നൊന്നും അറിയണമല്ലോ. സോ അവിടെ തന്നെ ഒരു ലൈബ്രറി ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡോക്ടർ റേ, പോഡ്കാസ്റ്റ്, ഫോബി ഇവർ 3 പേരും അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നെദീമിനെ ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെന്ന് പറയുമ്പോൾ അവന്റെ വീട്ടിലേക്ക് പോയ ട്രെവറും ലക്കിയും പിന്നെ ലാബിലുള്ള ആ ഒരു പയ്യനും കൂടെ. ഇവന്റെ തലയിൽ എന്തൊക്കെയോ സാധനങ്ങൾ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇവൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അതും ചെക്ക് ചെയ്യുന്നത് ഒരു ഓൾഡ് റിട്ടയർഡ് ഗോസ്റ്റ് ബസ്റ്റർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. എന്തായാലും ഒരു കൂട്ടിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഈ ഒരു നെദീമും അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്ന ആ ഒരു ഗോസ്റ്റ് ബസ്റ്റർ ആയിട്ടുള്ള ആളുള്ളത് കേട്ടോ. ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ ഇടക്ക് വെറുതെ ചുമ്മാ ഒരു കാര്യമില്ലാതെ ഇയാൾ പേനെടുത്ത് നമ്മുടെ നെദീമിന്റെ മുത്തേക്ക് ഇങ്ങനെ അറിയാം. അതായത് നെദീമിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു തീ ഉണ്ടല്ലോ, ഈ തീക്ക് വല്ലാത്തൊരു ഇളക്കം പോലെ. അതായത് നെദീമിന് ദേഷ്യം കൂടുന്തോറും തീ വല്ലാതെ ഇങ്ങനെ ഫയർ ആകുന്നത് പോലെ. എന്നാൽ നെദീം ഇതൊന്നും
മനസ്സിലാക്കുന്നില്ല കേട്ടോ, നിങ്ങൾ എന്തിനാ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ പേന എറിയുന്നത്, എനിക്ക് സങ്കടമാവുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്, അങ്ങനെയൊക്കെ അവൻ സംസാരിക്കുന്നത്. ബേസിക്കലി ആളൊരു മണ്ടനാണ് കേട്ടോ. പക്ഷെ സംതിങ് എന്തോ ഒരു കാര്യം അവന്റെ ഉള്ളിലുണ്ട്, എന്തോ ഒരു പവർ. കാരണം അവൻ വന്നിട്ടുള്ള ആ ഒരു പരമ്പര, അല്ലെങ്കിൽ അവന്റെ അച്ഛൻ, മുത്തശ്ശി ഇവരൊക്കെ പറയുന്നത് ഒരു സാധാരണ ആൾക്കാരല്ല. എന്തായാലും അതിന്റെ ആ ഒരു രഹസ്യം തേടിക്കൊണ്ട് നമ്മുടെ പിള്ളേര്, അതായത് ഫോബി, പോഡ്കാസ്റ്റ്, ഡോക്ടർ റേയും കൂടെ ആ ഒരു ലൈബ്രറിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ലൈബ്രറിയനെ കണ്ട് ഇയാളോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഇവർ റെക്കോർഡ് ചെയ്ത ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ശബ്ദം ഇയാൾ ഇങ്ങനെ കേട്ട് നിന്നപ്പോഴോ ഇത് പഴയ കാലത്ത് ഏതോ ഒരു ഭാഷയാണ്, പക്ഷേ ഇതല്ല സുമേറിയൻ ഭാഷയാണോ? അല്ല, സംസ്കൃതമാണോ? സംസ്കൃതവുമായിട്ട് നല്ല സാമ്യമുണ്ട്. നിങ്ങൾ താഴേക്ക് വാ. പബ്ലിക്കലി എല്ലാവർക്കും കൊടുക്കാത്ത ഒരു പുസ്തകം, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ കളക്ഷൻ എന്റെ കയ്യിലുണ്ട്. നേരെ ഇവരെ താഴേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. വലിയൊരു പുസ്തകം എടുക്കുകയാണ്. ആ ഒരു പുസ്തകം തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട ഒരു ലിപിയൊന്നുമല്ല, കല്ലിൽ കൊത്തിവെച്ച എന്തൊക്കെയോ ചിത്രങ്ങൾ, അതിന്റെ ഒരു കളക്ഷനാണ്. കളക്ഷൻസ് ഓഫ് ഇമേജസ് ആണ് ആ ഒരു പുസ്തകം. അപ്പൊ ഇവര് പറഞ്ഞ ആ ഒരു ലാംഗ്വേജ്, ഈ പറഞ്ഞ ഓർബ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു പഴയ കഥ ഈ ലൈബ്രറിയും പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ഒരു കഥയാണേ, ചുമ്മാ ആൾക്കാരുണ്ടാക്കി വിട്ട ഒരു പഴയ ഐതിഹ്യമായ കഥകൾ. അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾ ചോദിച്ചു വന്നുകൊണ്ട് ഞാൻ ആ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 4000 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഈവിളായിട്ടുള്ള ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് ക്രാക്ക. ആ ക്രാക്ക നിലനിൽക്കുന്ന അതേ സമയത്ത് തന്നെ ആ നാട്ടിൽ കൊടൂരനായിട്ടുള്ള ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, സമുദാരി. ചോര കൊതിയനായിട്ടുള്ള ആ ഒരു രാജാവിനെ ക്രാക്ക സഹായിച്ചു. ആ രാജാവ് സൗത്ത് ഏഷ്യയുടെ ഒരു പരിധി വരെ കീഴടക്കി. അങ്ങനെ അവസാനം ഈ രാജാവിനൊരു തോന്നല്, കറാക്ക എന്ന ഈ ഒരു ദുഷ്ടശക്തി എന്തിനെന്നെ സഹായിക്കുന്നത്, അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ സമുദാരിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇയാളെ സഹായിക്കലല്ല കറാക്കയുടെ ലക്ഷ്യം, ഈ ഭൂമിയെ തന്നെ നശിപ്പിക്കുക. ഈ കറാക്കയുടെ മറ്റൊരു സേന ഭൂമിയുടെ അടിയിലുണ്ട്, അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക. ഈ ലോകത്തെ തന്നെ ഇയാളുടെ, അതായത് ഈ കറാക്ക എന്ന നീചശക്തിയുടെ കീഴിലേക്ക് കൊണ്ടുവരലാണ്. ഇത് മനസ്സിലാക്കിയ സമുദാരി എന്ന ചക്രവർത്തി കറാക്കയെ കീഴ്പ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാരെ വിളിച്ചു. അവരെ പറയുന്ന പേരാണ് ഫയർ മാസ്റ്റേഴ്സ്. ഈ ഫയർ മാസ്റ്റേഴ്സ് അവരുടെ ആ ഒരു തീയിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ കറാക്കയുടെ 2 കൊമ്പും പൊട്ടിച്ചു കളഞ്ഞു. അവനെ കീഴ്പ്പെടുത്തി. അവരുടെ ആ ഒരു ശക്തി കൊണ്ട് തന്നെ ആ ഒരു ഓർബിന്റെ ഉള്ളിലേക്ക് ഇവനെ ആവാഹിച്ച് കയറ്റി അവനെ ട്രാപ്പിലാക്കി. പിന്നീട് അവന് പുറത്തേക്ക് വരാൻ കഴിയില്ല. അവസാനമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഞാൻ കേൾക്കുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 1904 ന്യൂയോർക്കിൽ മാൻഹാട്ടൻ അഡ്വഞ്ചർ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലാണ്. കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം തന്നെ. അവന്മാർ ഇതിനെപ്പറ്റി കുറെ അന്വേഷിക്കും, അതുപോലെ തന്നെ ഇതിന്റെ പിന്നാലെ നടക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ചില പോലീസുകാർ അവരുടെ ആ ഒരു ഓഫീസിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു സൊസൈറ്റിയിൽപ്പെട്ട എല്ലാവരും ഐസ് കട്ട പോലെ ഫ്രീസ് ആയി കിടക്കുന്നതാണ് കണ്ടത്. അന്ന് അതിന്റെ ഉള്ളിൽ വെച്ചൊരു സ്ത്രീയെ കണ്ടായിരുന്നു. അവരുടെ കയ്യിലും ഇതുപോലൊരു ഓർബ് ഉണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാവരും ആ ഒരു ഓർബിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അത് പൂർണ്ണമായിട്ടും ക്ലോസ് ആയിട്ടുണ്ട്. അതായത് നിലവിൽ ആ ഒരു ശക്തി ആ ഒരു പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊന്നുമല്ല, സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഈ 1904 മാൻഹാട്ടൻ സൊസൈറ്റി ഉപയോഗിച്ച ഒരു റെക്കോർഡഡ് വോയിസ് ആണ്. ആ വോയിസ് ഇപ്പൊ ഇവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. അതായത് ഈ ശബ്ദത്തിലൂടെ, ഈ വോയിസിലൂടെയാണ് അന്ന് അവർ ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു മാജിക്കൽ ട്രാപ്പ് ആയിരുന്ന ആ ഒരു ഓർബിലെ ശക്തിയെ ഉണർത്തിയത്. അത് ഈ വോയിസ് ആണ്, അത് ഈ റെക്കോർഡഡ് ആണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് ആ ഒരു ശബ്ദം. പക്ഷെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇതൊക്കെ വെറും കഥകളാണ്, ഇതിഹാസങ്ങൾ മാത്രം, ചുമ്മാ കെട്ട് കഥകൾ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗോസ്റ്റ് ബസ്റ്റേഴ്സിന് പുതുതായിട്ടുണ്ടാക്കിയ ആ ഒരു സ്റ്റോർ റൂം ഉണ്ടല്ലോ, അതായത് ഈ പ്രേതങ്ങളെ അടക്കി വെക്കാൻ, എക്സ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പുതിയ ഏരിയ, അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആത്മാവിനെ നമ്മൾ കണ്ടില്ലേ. ഒരു ചുവന്ന ലൈറ്റ് പോലെയുള്ള ഏതൊരു വസ്തുവിന്റെ ഉള്ളിലേക്ക് കയറിയാലും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ആത്മാവ്. ആ ആത്മാവ് ഇങ്ങോട്ടേക്ക് എത്താണ്. പെട്ടെന്ന് ഇവരുടെ കയ്യിലുള്ള ആ ഒരു എന്താ പറയാ റെക്കോർഡിംഗ് ഡിവൈസിനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ഒരു കവറിന്റെ ഉള്ളിലേക്കാക്കി. എന്നിട്ട് ആ ഒരു കവറിന്റെ ഉള്ളിലേക്ക് ഈ ആത്മാവ് കയറി കൂടുകയാണ്. അപ്പൊ ആ ഒരു കവറിന് ജീവൻ വെച്ചു. ഈ കവർ ഇങ്ങനെ തുള്ളി പോവാണ്. എല്ലാവരും കൂടെ അതിനെ പിടിക്കാൻ ഇതിന്റെ പിന്നാലെ ഓടുന്നുണ്ട്. പാവം നമ്മുടെ ലൈബ്രറിയിൽ ഒരു ചുണ്ണാക്കും തിരിയാതെ അതങ്ങനെ നോക്കിയേക്കാണ്. ഇതെന്തപ്പോ ഇവിടെ സംഭവിച്ചത്. എന്തായാലും ആ ഒരു കവറിന്റെ പിന്നാലെ ഓടിയെങ്കിലും നമ്മുടെ ഫോബിക്കും അതുപോലെ തന്നെ ഡോക്ടർ റേയ്ക്കും പോഡ്കാസ്റ്റിനും അതിനെ പിടിക്കാൻ പറ്റിയില്ല. ഇവര് നേരെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ വലിയൊരു സിംഹത്തിന്റെ ശിലയുണ്ട്. ഈ ശിലയുടെ മുന്നിൽ ഇതുപോലെ ആ ഒരു കവർ കാണുകയാണ്. ഇപ്പൊ പതിയെ ആ ഒരു കവർ എടുക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയനും അതുപോലെ തന്നെ ഡോക്ടർ റേയും നോക്കുമ്പോൾ ഈ ഒരു സിംഹത്തിന്റെ ശിലയുടെ ഉള്ളിലേക്ക് ആ ഒരു ആത്മാവ് കയറുകയാണ്. ശിലയ്ക്ക് ഇപ്പൊ ജീവൻ വന്നു. അതൊരു സിംഹത്തിനെ പോലെ ആവുകയാണ്. ഇപ്പൊ ഡോക്ടർ റേയെ ഇത് ആക്രമിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഫോബി അവളുടെ ഗണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഈ സിംഹത്തിനെ ചെതറിച്ച് കളയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസുകാർ വരികയാണ്. എല്ലാവരും നോക്കുമ്പോൾ മൈനർ ആയിട്ടുള്ള ഫോബിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. അവൾ അവരുടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാണ്. പിന്നീട് അവളെ പുറത്തിറക്കാനായിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ക്യാലിയും ഗ്രൂപ്പും ഇവരെല്ലാവരും വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല പച്ചക്ക് കേൾക്കുകയാണ്. മാത്രമല്ല ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ഇവരുടെ ആ ഒരു വീടും അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയും കെട്ടിപ്പൂട്ടി എങ്ങനെയെങ്കിലും ഇതിനെ എന്താ പറയാ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ മേയർ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ സീസ് ചെയ്യാൻ വേണ്ടിയിട്ടും പോലീസുകാരോട് പറയുന്നുണ്ട് കേട്ടോ. അധികം വൈകാതെ ഇവരുടെ ആ ഒരു വീട്ടിൽ നിന്നും ഇവർക്ക് ഇറങ്ങേണ്ടി വരും. സോ അതിന്റെ ആ ഒരു വിഷമത്തിലാണ് ക്യാലിയും ഗ്രൂപ്പും എല്ലാവരും. ഇവർ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ ഒരുപാട് സാധനങ്ങൾ ഓൾറെഡി പോലീസുകാർ വന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഡോക്ടർ റേ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു നദീമിനെ നേരെ ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും ഇവര് ആ ഒരു ആത്മാക്കളെല്ലാം പൂട്ടി വെക്കുന്ന ഒരു സ്റ്റോർ റൂം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഇതിന്റെ ചുറ്റുപാടും ആകെ ഒരുമാതിരി ഐസ് വന്നതുപോലെ ആകുകയാണ്. പിന്നെ പറയാൻ വിട്ടുപോയി, അതായത്
അതായത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കറാക്ക എന്ന് വെച്ചാൽ അവന്റെ പവർ എന്താന്ന് വെച്ചാൽ പെയിനാണ്, ഭയമാണ്. ഇതിന്റെ എല്ലാത്തിന്റെ അവസാനം ഒരു ചോര പോലും തെറിക്കാതെ മനുഷ്യൻ ഫ്രീസായി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, അതായത് ലോകത്തെ മുഴുവനും ഐസ് കൊണ്ട് മൂടാനാണ് കറാക്ക വരുന്നത്. കഥയുടെ പല ഭാഗത്തും നമ്മൾ ആ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. അതായത് വരാനിരിക്കുന്ന ആ ഒരു ദുഷ്ടശക്തിയും ഐസുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവന് തീ പറ്റില്ല കേട്ടോ. അവന്റെ ആ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അത് ഐസാണ്, തണുപ്പാണ്. പിന്നെ ഈ ഒരു നെദീമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വെറുതെ ഒന്നുമല്ല. അതായത് ഫയർ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടമാണല്ലോ ഈ ഒരു കറാക്കയെ ആ ഒരു ഓർബിന്റെ ഉള്ളിൽ അടച്ചു വെച്ചത്. ആ ഒരു ഫയർ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു വംശത്തിൽപ്പെട്ട ആളായിരുന്നു നമ്മുടെ നെദീമിന്റെ മുത്തശ്ശിയുടെ ആ ഒരു കഴിവ് അവനും കിട്ടാതിരിക്കില്ലല്ലോ. സോ നമ്മുടെ ഡോക്ടറെ അവനോട് ചോദിച്ചു നോക്കുകയാണ്, അല്ലെങ്കിൽ ശ്രമിച്ചു നോക്കുന്നു പറയാണ്. അവിടെ ഒരു എന്താ പറയുക ലാമ്പ് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ ലാമ്പിൽ തീയെ അവന്റെ ഉള്ളിൽ ആ ഒരു ശക്തി ഉപയോഗിച്ച് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു മെഴുകുതിരിയിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കുന്നു പറയാണ്. അതായത് തീയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ഈ നെദീമിനോട് ശ്രമിച്ചു നോക്കാൻ പറയാണ്. പറ്റുന്ന പോലെയൊക്കെ ഈ മണ്ടൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പാവത്തിന് പറ്റുന്നില്ല കേട്ടോ. ഇനി കുറച്ചു നേരം കൂടി ഈ നെദീമിനെ മണ്ടൻ എന്ന് വിളിക്കാൻ കഴിയുള്ളൂ. കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവനാണ് ഈ കഥയിൽ നായകനാകാൻ പോകുന്നത്. അതെന്തായാലും കഥയുടെ പോക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഈ ഒരു വീട് വിട്ട് ഇവരെല്ലാവരും ഇറങ്ങാൻ പോകല്ലേ. അപ്പൊ നമ്മുടെ ഫോബിയുടെ റൂമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗ്രൂപ്പ് പറയാണ്, മോളെ ഇപ്പോൾ നിനക്ക് വേറെ എന്തൊക്കെയോ കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു, നമ്മളായിട്ടൊന്നും വലിയ അടുപ്പൊന്നും കാണിക്കുന്നില്ല, എന്തായാലും വിഷമിക്കേണ്ട, നമ്മളെല്ലാവരും ഈ പണി നിർത്താൻ പോവാണ്, ഇനി മുതൽ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ ഈ ഫോബിയുടെ ആ ഒരു വാതിലിന്റെ അടുത്ത് വന്ന് ഗ്രൂപ്പ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഫോബി ഉണ്ടായിരുന്നില്ല എന്ന ഗ്രൂപ്പ് കരുതാണ് അവൾക്ക് ഇപ്പോഴും ഇവരോട് വലിയ താല്പര്യമൊന്നുമില്ല, ഇവരോട് തെറ്റിലാണ്. സത്യത്തിൽ നമ്മുടെ ഫോബി റൂമിലില്ലല്ലോ. അവൾ നേരെ പുറത്തേക്ക് പോയിട്ടുണ്ട്. ആരുടെ കൂടെ? അവൾ ഇപ്പൊ പരിചയപ്പെട്ട ആ ഒരു ആത്മാവുണ്ടല്ലോ മെലോഡി, അവളുടെ കൂടെ തന്നെ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു പുതിയ ആ ഒരു ആത്മാക്കളെ കൂട്ടിയേക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ്. ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഫോബിക്ക് ഇപ്പൊ ഭയങ്കര ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു ആത്മാവായി മാറിക്കൊണ്ട് എങ്ങനെയാണ് ഈ ലോകം എന്ന് അവൾക്ക് നേരിട്ട് കാണണം. സോ മെലോഡിയും പറഞ്ഞു, അത് അടിപൊളിയാണ്, നീ ഒന്ന് അങ്ങനെ ചെയ്തു നോക്ക്. അതുകൊണ്ട് തന്നെ ഫോബി എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഈ ആത്മാക്കളെ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലേക്ക് അവൾ കയറിയിരിക്കുകയാണ്. മരിച്ചൊന്നും പോകില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവളുടെ ആ ഒരു ആത്മാവ് അതിന്റെ ഉള്ളിലേക്ക് തന്നെ, അതായത് അവളുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു വരും. സോ ഈ ഒരു കാര്യം ചെയ്തു നോക്കി എന്ന് ഫോബിയോട് നമ്മുടെ മെലോഡിയും പറയുന്നുണ്ട്. അവളങ്ങനെ പറഞ്ഞ് ആഗ്രഹം കയറ്റി ഫോബി അത് ചെയ്യാണ്. മെഷീന്റെ ഉള്ളിൽ കയറിയിരുന്നു. മെഷീൻ ഓൺ ആക്കാണ്. പയ്യെ അവളുടെ ആത്മാവിനെ ആ ഒരു മെഷീൻ എക്സ്ട്രാക്ട് ചെയ്ത് വലിച്ചെടുക്കാണ്. സോ അവളുടെ ആത്മാവ് ഇപ്പോൾ ഫ്രീ ആണ്. അതായത് മെലോഡിയെ പോലെ തന്നെ ഫോബിയുടെ ആത്മാവും പുറത്തേക്ക് വന്നു. സോ അവളിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അവളെ പ്രേരിപ്പിച്ച ഈ മെലോഡി, അവളുടെ മുഖത്തിന് എന്തോ മാറ്റം പോലെ. എന്താണ് പ്രശ്നമെന്ന് ഫോബി ഇങ്ങനെ ചോദിക്കുന്ന അതേ നിമിഷം തന്നെ അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു നിറം വരികയാണ്. ഫോബിയുടെ ആത്മാവ് സ്റ്റെക്കായി പോകുന്നുണ്ട്. ഇതേ സമയത്തിന് മെലോഡി പറയാണ്, ഒരു മനുഷ്യന്റെ ശബ്ദമാണ്, ആ മനുഷ്യന്റെ വായിലൂടെ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ ആ ഒരു മന്ത്രം പറയലാണ് ഈ കറാക്കയ്ക്ക് പുറത്തേക്ക് വരാനുള്ള ആ ഒരു കീ എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യനെ സ്വാധീനിക്കാനായിട്ട് ഈ കറാക്കയ്ക്ക് കഴിയില്ല. പക്ഷെ ആ മനുഷ്യന്റെ ആത്മാവ് പുറത്തേക്ക് വന്നാൽ ആ മനുഷ്യനെ സ്വാധീനിക്കാനായിട്ട് കറാക്കയ്ക്ക് കഴിയും. അപ്പൊ ഇതായിരുന്നു ഈ മെലോഡിക്ക് കിട്ടിയ അവളുടെ ആ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഫോബിയുടെ ഉള്ളിൽ നിന്നും അവളുടെ ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവരിക. ആ ആത്മാവിനെ പിന്നീട് കറാക്കയ്ക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. അതായത് ഫോബിയുടെ ആത്മാവിനെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് കറാക്കയാണ്. അതുകൊണ്ട് അവളെ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിക്കാണ്. അത് മനുഷ്യനായിട്ട് കിടക്കുന്ന ഫോബിയും ആ ഒരു കാര്യം അങ്ങനെ പറയുന്നുണ്ട്. പതിയെ ആ ഒരു ഓർബ് ഉണ്ടല്ലോ, അത് അഴിഞ്ഞഴിഞ്ഞ് വരികയാണ്. അതിന്റെ ഉള്ളിൽ ഒരു കറുത്ത പുകയുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ മെലോഡി ഫോബിയെ നോക്കിയിട്ട് ക്ഷമ ചോദിക്കുകയാണ്. നിനക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്തു എന്ന്. കാരണം കറാക്കയ്ക്ക് മാത്രമേ ആ ഒരു വാതിൽ തുറക്കാൻ കഴിയുള്ളൂ. ആ വാതിലിന്റെ ഉള്ളിലാണ് എന്റെ ബന്ധപ്പെട്ട എല്ലാവരും ഉള്ളത്. അവരെ കാണാനായിട്ട് എനിക്ക് വേറെ ഒരു മാർഗ്ഗമില്ലായിരുന്നു. സോ അതിന്റെ പേരിലാണ് മെലോഡി ഫോബിയെ ചതിച്ചത്. എന്തായാലും കറാക്ക പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നല്ലോ. ഫോബിയുടെ ഉള്ളിൽ നിന്നും അവന്റെ ആ ഒരു കൺട്രോൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഫോബിയുടെ ആത്മാവ് നോക്കുന്ന സമയത്ത് കറാക്ക അവൻ ഫ്രീ ആയി കഴിഞ്ഞു. അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്റെ ആർമിയെ പൂർണ്ണമായിട്ടും ആ ഒരു വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു സമയം കഴിഞ്ഞു. ഫോബിയുടെ ആത്മാവ് അവളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് തന്നെ ചെന്ന് കയറുകയാണ്. ഇന്ന് ഈ സമയത്ത് മെലോഡി ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ എന്ത് ചെയ്യണം എന്നറിയാതെ ഫോബി അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു മുറിയിൽ ഇപ്പൊ കറാക്കയുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ഗണ്ണുമായിട്ട് നമ്മുടെ ലക്കി വരികയാണ്. കറാക്കയ്ക്ക് നേരെ ഫയർ ചെയ്യുന്നുണ്ട്. അതായത് ആത്മാക്കളെ പിടിക്കാനുള്ള ആ ഒരു ഗണ്ണ്. എന്നാൽ ആ ഒരു ഗണ്ണിൽ നിന്നും അയച്ച ആ ഒരു എനർജി ഉണ്ടല്ലോ, ഇതിനെ മുഴുവനായിട്ടും കറാക്ക ഫ്രീസ് ചെയ്ത് കളയാണ്. ഫോബിയും ശ്രമിച്ചു, രണ്ടുപേരെ കൊണ്ടും പറ്റിയില്ല കേട്ടോ. ആകെ കൂടി ആ ഒരു സ്ഥലം മുഴുവൻ തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും മരണപ്പെട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാലി ഗ്രൂപ്പ് ഇവരെല്ലാവരും വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും, അതായത് ഫോബി, ലക്കി, രണ്ടുപേരും പേടിച്ച് വിറച്ചങ്ങനെ നിൽക്കുകയാണ്. കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ന് ഈ സമയത്ത് കറാക്ക ഇപ്പൊ തേടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഫയർമാൻ. ആ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കാനാണ്. ഇപ്പൊ നിലവിലുള്ളത് നെദീമ് മാത്രമേ ഉള്ളൂ. അവരെയാണ് ആദ്യമായിട്ട് കറാക്കയ്ക്ക് ഇല്ലാതാക്കേണ്ടത്. കാരണം അവരിൽ ഒരാളുണ്ടെങ്കിൽ തന്നെ കറാക്കയെ അവർ തടുത്തു നിർത്തി. അങ്ങനെ ഇപ്പൊ നെദീമിന്റെ ആ ഒരു വീട് കറാക്ക കണ്ടുപിടിക്കുകയാണ്. അങ്ങോട്ടേക്ക് എത്തി. അവിടെ അവന്റെ മുത്തശ്ശിയുടെ ആ ഒരു രഹസ്യ റൂം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ഈ ഒരു ഫയർ മാസ്റ്റേഴ്സ് ഇവർ പൊട്ടിച്ചെടുത്ത് അവന്റെ 2 കൊമ്പുകൾ ഉണ്ടായിരുന്നു. ആ കൊമ്പ് അവിടെ നിന്ന് എടുത്ത് കറാക്ക അവന്റെ തലയിലേക്ക് ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ കൊമ്പുകൾ പിന്നീട് ചുരുണ്ട് കിടക്കായിരുന്നു. അവൻ നിവർന്നു വരികയാണ്. കറാക്കയ്ക്ക് അവന്റെ ആ ഒരു പൂർണ്ണ ശക്തി തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇനിയാണ് ഈ ലോകത്തിൽ കറാക്കയുടെ അന്ധകാരത്തെ അവൻ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അത് തീയുടെ രൂപത്തിലല്ല, അത് ജലം മീൻസ് ഐസിന്റെ രൂപത്തിലാണ്, തണുപ്പിന്റെ രൂപത്തിലാണ്. ഇപ്പൊ ഒരു തീരപ്രദേശം കാണിക്കുകയാണ്.
കാണിക്കുകയാണ്. അവിടെ ഒരുപാട് പേര് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കടലും അതിന്റെ ആ ഒരു വെള്ളമെല്ലാം പെട്ടെന്ന് ഫ്രീസായി പോവാണ്. പതിയെ പതിയെ ആ ഒരു പട്ടണത്തിന് മുഴുവൻ പ്രകാശത്തെ അത് ഇല്ലാതാക്കാൻ തുടങ്ങുകയാണ്. മേഘങ്ങളൊക്കെ ആകെ ഇരുണ്ട് മൂടിക്കഴിഞ്ഞു. സൂര്യപ്രകാശം വളരെ കുറവാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതിന്റെ ഇടയിൽ പ്രശ്നം മനസ്സിലാക്കി നമ്മുടെ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. എന്നാൽ നമ്മുടെ ഡോക്ടർ റേ ഇവർക്കൊക്കെ ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ നമ്മുടെ ഫയർ മാസ്റ്റർ ആയിട്ടുള്ള നദീമാണ്. ഇവനാണെങ്കിൽ ഇപ്പൊ നിലവിലൊരു തേങ്ങ അറിയില്ലതാനും. ഇപ്പോ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. നീ ആ ഒരു തീനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കൻ എങ്ങനെയൊക്കെയോ ആ ഒരു തീയിൽ ഒരു കഷ്ണം അപ്പുറത്ത് ആ ഒരു മെഴുകുതിരിയിലേക്ക് എത്തിച്ച് അതിനെ കൺട്രോൾ ചെയ്യാണ്. ഇത് തന്നെ വലിയ കാര്യമായിട്ട് അവൻ എടുക്കുമ്പോൾ ഇത് നോക്കിയെന്ന് നമ്മുടെ ഗ്രൂപ്പ് ഗാലി ഇവനെ കൊണ്ടൊക്കെ എന്ത് നടക്കാനെന്നുള്ള രീതിയിൽ ഇവരുടെ പാട്ട് നോക്കി പോവാണ്. അതായത് ഗണ്ണും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ നിൽക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ചാത്തം വരുന്നുണ്ടെങ്കിൽ അവൻ എത്ര ശക്തവാനാണെങ്കിലും ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ആ ഒരു ടീമിന് ഇതിങ്ങനെ നോക്കി നിൽക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഫോബിക്കും വലിയ വിശ്വാസമൊന്നുമില്ല ഈ ഒരു നദീമിന്റെ കാര്യത്തിൽ. സോ ഫോബി ആദ്യം തന്നെ ചെയ്തെന്താ വെച്ചാല് ഇവരുടെ കയ്യിൽ നിലവിലുള്ള ആ ഒരു ഗണ്ണുകൊണ്ട് ഒരു തേങ്ങാക്കൊലയും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരുടെ കയ്യിലുള്ള ഗണ്ണുകൾക്ക് ചില മാറ്റങ്ങൾ നമ്മുടെ ഫോബി വരുത്തുന്നുണ്ട് കേട്ടോ. ചെമ്പിന്റെ അംശം മറ്റെന്തൊക്കെയോ കെമിക്കലിന്റെ അംശം ഈ ഒരു ഗണ്ണിന്റെ ഉള്ളിൽ കൂട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫോബിക്ക് ബാക്കിയുള്ളവരെക്കാളും ഈ ഒരു ആയുധങ്ങൾ കൺട്രോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ കാര്യത്തിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ അവരിത് മനസ്സിലാക്കിയത് ഡോക്ടർ റേയോട് ചോദിച്ചിട്ടാണ്. അതുപോലെ പഴയ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എല്ലാവർക്കും നല്ല പ്രായമായിട്ടുണ്ട്. വീണ്ടും എല്ലാവരും ഒന്നുകൂടെ റീജോയിൻ ചെയ്യാൻ കേട്ടോ. എല്ലാവരും അപ്പാപ്പന്മാരാണ്. പക്ഷെ പുറത്ത് ആ ഒരു അന്തരീക്ഷം വളരെയധികം മോശമായിട്ട് വരികയാണ്. പെട്ടെന്ന് ഈ പകൽ ഇരുട്ട് പോലെ ആവാണ്. വല്ലാത്ത കൊടുങ്കാറ്റും തണുപ്പും. ഇതേ സമയത്ത് തന്നെ നദീമിനെ കാണിക്കാണ്. അവൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആ ഒരു തീനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും മച്ചാനെ കൊണ്ട് പറ്റുന്നില്ല. അതുപോലെ അവന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിലേക്ക് നോക്കുമ്പോൾ അവന്റെ മുത്തശ്ശിയെല്ലാം ധരിച്ച ആ ഒരു സ്യൂട്ട് ഉണ്ടല്ലോ അതും അതിൽ കാണുന്നുണ്ട്. നമ്മുടെ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എല്ലാവരും ആ ഒരു വരുന്ന ചാത്തനെ അതായത് കറാക്കയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ഗണ്ണുകളും തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ അപ്പാപ്പന്മാരായിട്ടുള്ള ഗോസ്റ്റ് ബസ്റ്റേഴ്സ് നിൽക്കുന്ന ആ ഒരു ഗ്യാരേജിന്റെ ഭാഗത്ത് ഇവരുടെ ഒരു കാറുണ്ട്. ഈ കാറിന്റെ ഉള്ളിലേക്ക് യന്ത്രങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതര ആത്മാവുണ്ടല്ലോ. യന്ത്രങ്ങളെന്നല്ല വസ്തുക്കളുടെ ഉള്ളിലേക്ക് കയറി അവയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആ ആത്മാവ് വന്നിട്ട് ഈ കാറിന്റെ ഉള്ളിലേക്ക് കയറാണ്. ഇവർ ഇടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതായത് കാർ ഓൺ ആയിട്ടും എന്തായാലും അവിടെ വെച്ച് അവരെ കൊല്ലാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഈ ഒരു ആത്മാവ് നേരെ ട്രെവറിന്റെ കയ്യിലുണ്ടായിരുന്ന അവന്റെ ആ ഒരു ഗണ്ണിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഗണ്ണിനെ ഇപ്പോൾ ഈ ഒരു ആത്മാവ് നിയന്ത്രിക്കുകയാണ്. എന്നിട്ട് ആ ഗണ്ണ് ഉപയോഗിച്ച് ട്രെവറിന് നേരെ ഫയർ ചെയ്യുമ്പോൾ ഓടി വന്ന ഗ്രൂപ്പ് ട്രെവറിനെ രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ. എന്നാൽ ട്രെവറിന്റെ ദേഹത്ത് ആ ഒരു ബുള്ളറ്റ് മീൻസ് ആ ഒരു എനർജി കയറുന്നതിന് പകരം അത് മറ്റെങ്ങോട്ടോ തിരിഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ. നല്ല പവറുള്ള ഫയറിംഗ് ആണിത്. പക്ഷെ ഇതിനാരും ഒരാൾ കൺട്രോൾ ചെയ്തു നോക്കുമ്പോൾ ആരാണ് നമ്മുടെ നദീം തന്നെ. മച്ചാൻ ഇപ്പൊ ഇത്രയുള്ള എനർജി ഇത്രയുള്ള ആ ഒരു തീരെ പവറിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മറ്റൊരു ദിശയിലേക്ക് ഇതിനെ തിരിച്ചുവിടുകയാണ്. മച്ചാൻ എന്തായാലും ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ആ ഒരു ഗണ്ണിന്റെ ഉള്ളിൽ നിന്നും തന്നെ കൊണ്ട് ഈ പരിപാടി നടക്കില്ലെന്ന് കരുതിയിട്ട് ഉള്ളിൽ നിന്നും ആ ഒരു ആത്മാവ് പുറത്തേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു പിസയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് പിസയ്ക്ക് ജീവൻ വെച്ച് പിസ ഇങ്ങനെ തുള്ളി പോവാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു പച്ച ചാത്തനിപ്പോ അതൊരു തീറ്ററപ്പായി ആണല്ലോ. ഇതിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു പിസ കണ്ടപ്പോ ഇത് വെറുതെ വിടുമോ, ഇതെടുത്ത് അങ്ങോട്ട് കപ്പാണ്. അതോടെ ആ ആത്മാവിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. മാത്രമല്ല ഇവരുടെ ഈ വീടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് അതായത് ആത്മാക്കളെ പൂട്ടിയിടുന്ന ആ ഒരു ഭാഗത്തേക്ക് ഫോബി ചെന്ന് നോക്കുമ്പോൾ അവിടെ മെലോഡി ഉണ്ടായിരുന്നു. അപ്പൊ മെലോഡിയോട് നീ എന്നെ ചതിക്കായിരുന്നല്ലേ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മെലോഡി പറയാണ് എന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. എനിക്ക് എന്റെ ബന്ധുക്കളെ കാണണമെങ്കിൽ അത് കറാക്കയുടെ സഹായം ഇല്ലാതെ പറ്റില്ല. അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല അവരില്ലാതെ. പക്ഷെ ഫോബി ഇപ്പോ മെലോഡിയോട് ക്ഷമിക്കുകയാണ്. നീ എന്നെ ആദ്യം മനസ്സിലാക്ക്. അവന്റെ കൂടെ നിൽക്കല്ലേ. അതൊരു ചെകുത്താനാണ്. നീ പറഞ്ഞതുപോലെ നിന്നോട് അവൻ വാക്കൊന്നും പാലിക്കില്ല. അവനെ നശിപ്പിക്കാനായിട്ട് നീ എന്റെ കൂടെ നിൽക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ മെലോഡി പറയാണ് എനിക്ക് കൂടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോൾ. പക്ഷേ ഒരുപാട് വൈകിപ്പോയി. കാരണം ഓൾറെഡി അവനിവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോ അടുത്ത സീനിൽ കറാക്കയെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു കറുത്ത നീണ്ട രൂപം ഈ ഗ്യാരേജിന്റെ ഉള്ളിൽ ഇപ്പൊ ഈ ഗോസ്റ്റ് ബസ്റ്റേഴ്സിലുള്ള എല്ലാവരും കാത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ കയ്യിലൊക്കെ ആ ഒരു ഗണ്ണുണ്ട്. സോ ഇവരുടെ ആ ഒരു ഗ്യാരേജിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ ഈ ഒരു കറാക്ക വന്നിരിക്കുകയാണ്. ഇതിനെ കണ്ടപാട് തന്നെ എല്ലാവരും ഗണ്ണ് വെച്ച് ഫയർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ അതൊക്കെ വെറും ഒരു കൊതുക് ബാറ്റിന്റെ ആ ഒരു വില പോലും ഇപ്പൊ ഈ ഒരു കറാക്ക കണക്കാക്കുന്നില്ല. ഇവര് അയച്ച ആ ഒരു ഭീം ഉണ്ടല്ലോ ഇതിനെല്ലാത്തിനും ഫ്രീസ് ചെയ്ത് കളയാണ്. സോ ഇവരുടെ ആ ഒരു ഗണ്ണൊന്നും വർക്കാവാത്ത കോലത്തിലായിട്ടുണ്ട്. മാത്രമല്ല തണുപ്പുകൊണ്ട് ഇവരെല്ലാവരും ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആര് ഈ ഒരു കറാക്ക. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ആര് വരുന്നത് നമ്മുടെ നദീം വന്നിട്ട് ചുമ്മാ എന്താ പറയാ അവന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഇതിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഒരു ലൈറ്റർ എല്ലാം കത്തിച്ച് ആ ഒരു തീ കൊണ്ട് ഇതിനെ പേടിപ്പിക്കാന്നൊക്കെ കരുതി നോക്കുമ്പോൾ ലൈറ്റർ കത്തുന്നില്ല. ഇപ്പൊ കറാക്ക പതിയെ ആ ഒരു ലൈറ്റർ മേടിക്കാണ്. എന്നിട്ട് അതിനെ ഐസാക്കിയിട്ട് അതിനെ ചെതറിച്ച് കളയാണ്. മാത്രമല്ല കറാക്ക ഇവരെല്ലാവരും ഇപ്പൊ ട്രാപ്പാക്കി വെച്ചിരിക്കുകയാണല്ലോ. സോ അവിടെ നടുവിലായിട്ട് പാതാളത്തിലേക്ക് ഒരു കുഴി കയറിയിട്ടുണ്ട്. അതിങ്ങനെ പൊളർന്ന് വരികയാണ്. മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ആത്മാക്കൾ പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങി. മാത്രമല്ല അതിന്റെ ഉള്ളിൽ നിന്നും വന്ന ഒരു എനർജി ആകാശത്തിലേക്ക് പോവാണ്. സോ രണ്ട് ലോകത്തിൽ നിന്നും ആത്മാക്കൾ ഇനി പുറത്തേക്ക് വരാൻ വേണ്ടി പോവാണ്. സോ ഇനി മനുഷ്യനില്ല, ഇനി ആത്മാക്കളുടെ ലോകമാണ് ഈ ഒരു ഭൂമി. അതുകൊണ്ട് തന്നെ മെലോഡി നമ്മുടെ ഫോബിയെ നോക്കിയിട്ട് ക്ഷമ ചോദിക്കുകയാണ്. അവളോട് യാത്രയും പറയുന്നുണ്ട്. എന്ന് ഈ സമയത്ത് തളർന്നുകൊണ്ടിരിക്കാൻ ഫോബി തയ്യാറായിരുന്നില്ല. അവൾ അവളുടെ കയ്യിൽ സ്പെഷ്യലാക്കി ഉണ്ടാക്കി വെച്ച ആ ഒരു ഗണ്ണുണ്ടല്ലോ ഇത് എടുത്തോണ്ട് വരികയാണ്. ഒന്നും നോക്കിയില്ല, ഒരൊറ്റ പൊട്ടിക്കലാണ്. അവൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മാറ്റങ്ങൾ നന്നായിട്ട് പൊളിയായിട്ട് വർക്ക് ചെയ്തു. കാരണം അത് കറാക്കിട്ട് കൊണ്ടു. ഇവനാകെ വിറച്ചു പോവാണ്. അതായത് അവൻ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പവർ അതൊക്കെ നിന്ന് പോവാണ്. അവനിപ്പം നേരിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫോബിയോട് ഏറ്റുമുട്ടാൻ നിൽക്കുകയാണ്. അവന്റെ ആ ഒരു ഐസിന്റെ പവർ ഫോബിക്ക് നേരെ അയക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ നമ്മുടെ ഫോബിക്ക് പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞെങ്കിലും അവളുടെ ആ
ഒരു മെഷീനും ഇപ്പൊ വർക്കാവാതാവാണ്. അവളും ഫ്രീസ് ആയി പോയിട്ടുണ്ട്. സോ അവളെ നേരിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ കൊല്ലാനായിട്ട് കറാക്കയുടെ ആ ഒരു കൈകൾ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തീയുടെ നാളുണ്ടാകുന്നുണ്ട്. നോക്കുമ്പോ എന്താ, ഒരു തീപ്പെട്ടി ആരോ ഒരാൾ കത്തിച്ചിരിക്കുകയാണ്. ആ തീപ്പെട്ടി കത്തിച്ചത് മറ്റാരുമല്ല, നമ്മുടെ മെലോഡി ആയിരുന്നു. ആ കത്തിച്ച തീപ്പെട്ടിയിൽ ആ ഒരു ചെറിയ തീ ആര് വലിച്ചെടുക്കാണ്? നദീമ് വലിച്ചെടുക്കുകയാണ്. ആ തീയെ പിന്നെ അവൻ വലിയൊരു ഗോളാക്കി മാറ്റുകയാണ്. ആ ഗോളത്തിന്റെ ആ ഒരു ചൂടുകൊണ്ട് തന്നെ അവിടെ ഫ്രീസായി നിൽക്കുന്ന എല്ലാവരും പതിയെ പതിയെ ഓക്കെ ആയി വരികയാണ്. നമ്മുടെ ഈ ഒരു ഫോബിയും ഓക്കെ ആയി വരുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ അവളുടെ ആ ഒരു ഗണ്ണെടുക്കുകയാണ്. ഈ കറാക്കയ്ക്ക് നേരെ ഫയർ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നദീമും അവന്റെ ആ ഒരു തീയുടെ പവർ ഉപയോഗിക്കുകയാണ്. ഇതിനിങ്ങനെ പിടിച്ചു വെക്കുകയാണ്. അതായത് ഈ കറാക്കയ്ക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ. എന്നാലും അതിന്റെ ശക്തിക്ക് ഒരു കുറവുമില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്രീസിംഗിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് വന്നല്ലോ. നമ്മുടെ കാലി, ഗ്രൂപ്പ്, അതുപോലെ തന്നെ ട്രവർ, ഇവരെല്ലാവരും വന്നിട്ട് ആ ഒരു ഗണ്ണ് പിടിക്കാൻ വേണ്ടി ആരെ ഈ ഫോബിയെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ പോഡ്കാസ്റ്റ് ഈ ആത്മാവിനെ വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു ചെറിയ പെട്ടി ഉണ്ടല്ലോ, അതങ്ങോട്ടേക്ക് അയച്ച സമയത്ത് ആ പെട്ടിയൊക്കെ നിസാരമായിട്ട് താട്ടി തെറിപ്പിച്ച് കളിയാണ് ആര്? ഈ കറാക്ക തന്നെ. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഓൾഡ് ആയിട്ടുള്ള ഗോസ്റ്റ് ബസ്റ്റേഴ്സ്, നമ്മുടെ അപ്പാപ്പന്മാര് അവരുടെ ആ ഒരു പണി ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് ഇതിനിങ്ങനെ ട്രാപ്പ് ചെയ്താൽ മാത്രം പോരല്ലേ, ഈ ആത്മാവിനെ നശിപ്പിക്കേണ്ടത്. അതിനായിട്ടുള്ള ആ ഒരു പരിപാടി ഇവർ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ആയപ്പോ ഈ കറാക്ക തന്നെ ഈ പിളർത്തി വെച്ചില്ല ഈ ഭൂമിയിൽ ഒരു വലിയ എന്താ പറയാ ഒരു വെട്ടഫ്, അതിന്റെ ഉള്ളിലേക്ക് തന്നെ അവൻ തിരിച്ചു പോവാണ്. മാത്രമല്ല അവനായിട്ട് കൊണ്ടുവന്ന എല്ലാ ആത്മാക്കളും അതിലേക്ക് വലിച്ചഴിക്കപ്പെടുകയാണ്. അങ്ങനെ അന്ധകാരത്തിൽ നിറഞ്ഞ ആ ഒരു നഗരം മുഴുവനായിട്ടും പഴയതുപോലെ ആവുന്നുണ്ട്. ഐസുകൾ ഉരുക്കി സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി പകല് പോലെ തന്നെ ആവുകയാണ്. ഇപ്പോ നമ്മുടെ മെലോഡിക്ക് പോകാനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. പോകുന്നതിന് മുന്നേ ഭൂമിയോട് ഒരുപാട് തവണ അവൾ ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു അബദ്ധം പറ്റിപ്പോയി, അത് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. എന്തായാലും ജനങ്ങൾ അവരെല്ലാവരും രക്ഷപ്പെടുത്തിയത് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കി. സോ ആർപ്പ് വിളികൾ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് കലി ഇളകിക്കൊണ്ട് മേയർ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇയാളൊരു കാര്യം മനസ്സിൽ വെച്ചോണ്ടാ വരുന്നത്, ഗോസ്റ്റ് ബസ്റ്റേഴ്സിനെ ഇന്ന് തീർക്കണം, അവരുടെ പരിപാടി ഇനി വേണ്ട എന്നുള്ള രീതിയിൽ. എന്നാൽ വന്ന സമയത്ത് തന്നെ ഒരു റിപ്പോർട്ടർ മൈക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. മേയറെ, ഈ ലോകത്തെ രക്ഷിച്ചത് ഇവരാണ്. അപ്പോ ഇവരെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ വെച്ചിട്ട് ഗോസ്റ്റ് ബസ്റ്റേഴ്സിനെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം അവർക്കാണ് മുഴുവൻ സപ്പോർട്ട്. പൊളിറ്റീഷ്യൻ അയാളുടെ തനി നിറം കാണിക്കുകയാണ്. ഇനി ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഞാനായിട്ട് തന്നെ നേരിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടീമിന് അടുത്ത ജോലി കിട്ടിയിരിക്കുകയാണ്. കഥയുടെ ആരംഭത്തിൽ ഇവർ പിടിച്ചു കിട്ടിയ ആ ഒരു പാമ്പിനെ പോലെയുള്ള ആത്മാവില്ലേ, ആ ആത്മാവ് നമ്മുടെ പച്ചഭൂതത്തിനെ തിന്നാനായിട്ട് ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെ പിടിക്കാനായിട്ട് നമ്മുടെ ടീം ഇപ്പം നേരെ പണിക്ക് ഇറങ്ങുകയാണ്. ഇത്തവണ കൂട്ടത്തിൽ നമ്മുടെ ഫോബി ഉണ്ട് കേട്ടോ. കാരണം മേയറായിട്ട് തന്നെ നേരിട്ട് വന്ന് പറഞ്ഞതാണ്. സോ ഫോബി ഇനി പണിക്ക് ഇറങ്ങുന്നതിന് പ്രശ്നമൊന്നും ഇല്ലാന്ന്. എന്തായാലും കഥ ഈ രീതിയിൽ കാണിച്ചുകൊണ്ട് ഇവിടെ തീരുകയാണ്. ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.